ഫറാശ് നിങ്ങൾ തിരയേണ്ടത് പൂക്കളിലല്ല. ഭയങ്കര ഒരു അത്ഭുതമാണ്. അത് പറഞ്ഞാൽ തീരൂല എനിക്ക്. ഫറശ എന്ന് പറഞ്ഞാൽ തന്നെ പൂമ്പാറ്റ എന്നല്ല. പൂമ്പാറ്റ എന്ന് നമ്മളുടെ ലാഹിറായ അർത്ഥം പൂമ്പാറ്റയാണ് കേട്ടോ. ലാഹിറായ അർത്ഥമാണ്. ബാത്തിനായ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ വെളിച്ചം തേടിപ്പോകുന്ന മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ചിന്തയാണ് അവന്റെ ഫറാശ്. അതാണ് വജഅല ലക്കുമുൽ-അർള ഫിറാശൻ. ഒരു അത്ഭുത ജീവിയാണ് ഈ ഫറാശ്. അതുകൊണ്ടാണ് എന്താന്നാല് അത് ഒരു ഇലയുടെ മറവിൽ ഇങ്ങനെ ഒരു ഇരുട്ടത്ത് കുത്തിയിരിക്കുന്നു സാധു പുഴുവായിട്ട്. വെളിച്ചം തനിക്ക് പ്രാപ്യമാണോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഷദീദുൽ മഹാൽ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ആ ഷദീദുൽ മഹാലിന്റെ അവസ്ഥയിലായിരുന്നു ആ ചിത്രശലഭം. ആദ്യം ഒരു പുഴുവായിട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല തനിക്ക് ചിറകുകൾ മുളക്കുമോ എന്ന്. അതിന്റെ ദുർബലത കാരണം, ബലഹീന കാരണം ഭക്ഷണം തിരഞ്ഞു പോകാനുള്ള കഴിവ് പോലും അതിനില്ലാത്ത സന്ദർഭത്തിൽ തന്റെ സംരക്ഷണമായി കണ്ട ഇലയെ തിന്നുകൊണ്ട് അതവിടെ കഴിഞ്ഞുകൂടി. അപ്പോഴാണ് അതിന് അള്ളാഹു ചിറകുകൾ മുളപ്പിച്ചത്. അത്ഭുതകരമായ, തനിക്ക് വെളിച്ചം കിട്ടുമോ എന്ന അത്ഭുതത്തിലായിരുന്നു ആ ജീവി. അതാണ് നിങ്ങളുടെ അള്ളാഹു ഷദീദുൽ മഹാലാണ്. അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എനിക്ക് എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുഴുവിനെ പോലെ. പക്ഷേ നമ്മളിൽ അള്ളാഹു ചിറകിനെ തന്നിട്ടുണ്ട്. എന്താ മനുഷ്യ നീ പറക്കാത്തത്? എന്തിനാ നീ ഈ ഭൂമിയിൽ ശാശ്വതനായി നിൽക്കുന്നത്? എന്തിനാ ശാശ്വതനാകുന്നത്? നീ അറിവിന്റെ ആകാശങ്ങൾ തേടി പറക്കൂ. അറിവിന്റെ ആകാശങ്ങൾ തേടി പറക്കൂ. ആ ചിത്രശലഭം അറിവിന്റെ ആകാശങ്ങൾ തേടി പറക്ക്. കാണുന്ന ഒരു മനുഷ്യനും അത് അസ്വസ്ഥതയുണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നിക്കണം എപ്പോഴെങ്കിലും ഒരു ചിത്രശലഭത്തെ കണ്ട് അസ്വസ്ഥത? സന്തോഷമല്ലാതെ ആനന്ദമല്ലാതെ ഒരു രോഗം പരത്തിയതായിട്ട് ചിത്രശലഭത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. അഴുക്കിൽ പോയിരുന്നതായിട്ട് ഒരു ചിത്രശലഭത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലിന വസ്തുക്കളിൽ അത് പോയിരുന്നതായിട്ട് കേട്ടിട്ടില്ല. പൂക്കളിലല്ലാതെ അത് പോയിരിക്കുകയില്ല. സുഗന്ധമല്ലാതെ ആനന്ദമല്ലാതെ സന്തോഷമല്ലാതെ അത് ലോകത്തിന് കൊടുക്കുകയില്ല. അതാണ് യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. ആകാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. മനുഷ്യന് ചിത്രശലഭമാകാൻ പറ്റുമോ? അതാണ് ഷദീദുൽ മഹാലായിട്ട് വെളിച്ചം അതിനപ്രാപ്യമായി മഹാൽ ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ കഠിന പ്രയത്നത്തിലൂടെ എത്തേണ്ട ഒന്നായി അതിന് തോന്നിയപ്പോഴാണ് അള്ളാഹു അതിന് മുളപ്പിച്ചു കൊടുത്തു. അല്ല അജിനിഹത്ത, ചിറകുകൾ മുളപ്പിച്ചു കൊടുത്തു. അത് വെച്ച് അത് വെളിച്ചത്തിലേക്ക് പറന്നുപോയി. നമ്മക്കുണ്ട് ചിറകെ, നമ്മളിലുണ്ട് പക്ഷി. പക്ഷേ ആ പക്ഷിനെ ഒന്ന് പറത്താൻ നോക്കണ്ടേ? ഹാലോ ത്വായറക്കും മഴക്കും. ആ ത്വായറിനെ പറത്തണമെങ്കിൽ ഒരു ദൂതൻ വരണം, ഒരു റസൂല് വരണം. അത് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഒരു റസൂല് വന്നെങ്കിലേ ആ കറിയത്തിൽ നിന്ന് എന്തിനെ പറത്താൻ പറ്റുള്ളൂ? നമ്മുടെ ഉള്ളിലെ പക്ഷിയെ പറപ്പിക്കാൻ പറ്റുള്ളൂ. ആ ദൂതൻ ഈസയാണ്. ഈസ വരണം. ഈസ വന്നാൽ ആ പക്ഷി പറക്കും. പക്ഷെ നമ്മൾ ഇബ്രാഹിമിൽ വരെ എത്തിയിട്ടില്ല. എങ്ങനെയാണ് ആ പക്ഷിക്ക് ജീവൻ വെപ്പിക്കേണ്ടത് എന്ന അന്വേഷണത്തിലാണ് നമ്മൾ. ഇബ്രാഹിം അന്വേഷിച്ചു, ഈസ അത് പറപ്പിച്ചു.